ആരാ ഈ ഭഗവാൻ? സർവജ്ഞനാണ്, എല്ലാ ദിക്കിലുമുണ്ട്, അകത്തുമുണ്ട് പുറത്തുമുണ്ട്. നിങ്ങളുടെ തന്നെ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ ആ അന്തരാത്മാവാണ് ഭഗവാൻ. സർവജ്ഞനായ ഭഗവാന്റെ അടുത്ത് ചെന്ന് എനിക്ക് ഇന്നത് വേണം എന്ന് പറയുന്നത് ഒരു അധികപ്പറ്റാവും, അനാവശ്യമാകും, അമിതപ്രസംഗമാകും എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കണം. അതിനുള്ള വിവേകം നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ഈശ്വരനെ കണ്ണടച്ച് വിശ്വസിച്ച് അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, എന്നിൽ നിന്ന് ഒരു ഓർമ്മക്കുറിപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിനയത്തോടു കൂടി പിന്മാറണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ മഹാമോശമാണ്, നാണാവും. അപ്പോൾ വസുദേവൻ ആരാ? ഈ വസുദേവൻ കൃഷ്ണൻ്റെ അച്ഛൻ. കൃഷ്ണൻ്റെ അച്ഛൻ്റെ കാര്യമാണ് പറയാൻ പോണത്. ആരുടെ അച്ഛൻ? കൃഷ്ണൻ്റെ അച്ഛൻ. അപ്പോൾ കൃഷ്ണനെ പെറ്റു വളർത്തി കൊണ്ടുവന്ന ഒരാൾ എന്ന് തന്നെ പറയണം. ആ ആളുടെ നില എന്തായിരിക്കും കൃഷ്ണനെ വെച്ച് നോക്കുമ്പോൾ? ആ വസുദേവൻ പറയുന്നത് അതാണ്. ആരോടാ പറയണേ? നാരദ മഹർഷിയോട്. എപ്പോഴാണ് അത് ചരിത്രം എന്ന് നോക്കിയാൽ, ഈ നാരദ മഹർഷി കൃഷ്ണൻ ദ്വാരക കെട്ടി 16,008 വിവാഹത്തോടുകൂടി അവിടെ ധർമ്മപത്നികളെ എല്ലാവരെയും വെച്ച് കഴിഞ്ഞുകൂടുന്നു എന്നൊക്കെ പറയണ കേട്ടപ്പോൾ ഇതെന്താപ്പാ ഈ അതിശയം? ഇങ്ങനെ ഒന്നും ലോകത്തിൽ നടന്നിട്ടില്ലല്ലോ, ഒന്ന് പോയി കണ്ടുകളയാം എന്ന് പറഞ്ഞ് നാരദ മഹർഷി പോയി. ആദ്യം പോയത് രുക്മിണിയുടെ ഭവനത്തിലാണ്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണനുണ്ട്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു രുക്മിണിയോട്. അടുത്ത് സത്യഭാമയുടെ അവിടെ ചെന്നപ്പോൾ അവിടെയും കണ്ടു കൃഷ്ണനെ. കൃഷ്ണൻ അവിടെ കുട്ടികളെ കുളിപ്പിക്കുക എന്തോ ഒന്ന് ചെയ്യായിരുന്നു. മൂന്നാമതൊരു സ്ഥലത്തും പോയി. അപ്പോൾ വേറെ ഒരു പ്രവൃത്തിയായിട്ട് കൃഷ്ണനെ കണ്ടു. എൻ്റെ അപ്പോ ഞാൻ ഇനി പോകാൻ പോകുന്നില്ല. എവിടെ നോക്കിയാലും കൃഷ്ണനുണ്ട്, ഒരു കുറവുമില്ല. അപ്പോൾ ഞാൻ കേട്ടത് ശരി തന്നെയാണ്, കൃഷ്ണൻ എല്ലായിടത്തും ഒരേ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഈ വർത്തമാനം ബോധ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ നാരദൻ പാട്ടുകാരനാണല്ലോ, പാടി പുകഴ്ത്തി എല്ലാ ദിക്കിലും ചെയ്തു. പക്ഷേ ഈ പോയി കണ്ടതിന് ശേഷം ഈ ദ്വാരകയിൽ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് നാരദ മഹർഷിക്ക് തോന്നും. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ ഒന്ന് താമസിച്ച് ഒഴിവ് കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കാനൊക്കെ പോവുക. അവിടെ വലിയ വലിയ മരതകപ്പച്ചയൊക്കെയാണ് നടക്കാനുള്ള സ്ഥലങ്ങളിൽ വിരിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് രമണീയം, മറുഭാഗത്തോ എല്ലാ വിധത്തിനും സമ്പന്നവും സമ്പുഷ്ടവുമായിട്ടുള്ള ഒരു നഗരമാണ്. ഇങ്ങനെ ഒരു ദ്വാരക ഉണ്ടായിരുന്നോ? ചിലരത് കൽപ്പന മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാമെന്ന് പുറപ്പെട്ടാൽ മുഴുവൻ അത് സ്വീകരിക്കാൻ പറ്റില്ല. മനുഷ്യൻ സാധാരണ ഭൂമിയിലാണ് കെട്ടിടം കെട്ടുക, വലിയ ബംഗ്ലാവും സൗകര്യങ്ങളുമായിട്ട്. കടലിൽ കെട്ടിടം കെട്ടുക എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ അമേരിക്കയിൽ ചിലർ ബോട്ടൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ കൃഷ്ണൻ പരമാത്മാവ് എന്ത് ചെയ്തു? കടലിൽ തന്നെ കെട്ടി ഒരു ദ്വാരക നഗരം മുഴുവനും. എന്നിട്ട് മധുരയിലുള്ളവരെ മുഴുവൻ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ചു. 16,008 ഭാര്യമാരും ഉണ്ട്. അവർക്കൊക്കെ സ്വന്തം ഗൃഹങ്ങളാണ്. അവർക്ക് എല്ലാവർക്കും എപ്പോൾ നോക്കിയാലും ഓരോ കൃഷ്ണൻ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളെ കുളിപ്പിക്കും, തൊട്ടിലിട്ട് ആട്ടും, അവരോട് സല്ലപിക്കും. പലതരത്തിലുള്ള നേരം പോക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു നില. ഇതെവിടെയാണ് അത് കാണാൻ പറ്റുക? അപ്പം നാരദൻ അവിടെ പോയി കണ്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകണമെന്ന് തോന്നും. അങ്ങനെ പോയി. എപ്പോഴും അവിടെ കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞാൽ പുറത്ത് വരുമല്ലോ. അവിടെ നടക്കാനും പോകാനും ഒക്കെ വിശേഷമാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വസുദേവൻ നാരദനെ വഴിക്ക് കണ്ടപ്പോൾ വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷം ഇരുത്തി പറയുകയാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള അമളിയും അതുകൊണ്ടുള്ള വിഷമവും. ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാപിത്രോ ഉത്തമശ്ലോകവർത്തമനാം. അല്ലേ ഭഗവൻ, അങ്ങേപ്പോലുള്ളവർ ഈ യോഗത്തിൽ യാത്ര ചെയ്യുന്നത് എന്തിനാ? സർവദേഹിനാം സ്വസ്ഥയേ, ദേഹമുള്ള എല്ലാ മനുഷ്യർക്കും മംഗളമരുളാൻ വേണ്ടിയിട്ടാണ് മഹാജനങ്ങൾ യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒരിടത്തിരുന്നാൽ മതി. ഒരിടത്തിരുന്നാൽ അടുത്ത പരിസരത്തുള്ളവർക്ക് മാത്രമേ വന്ന് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ലോകത്തിലെ എല്ലാവർക്കും മഹാത്മാക്കളെ കാണണം, സജ്ജനങ്ങളെ കാണണം, അവരെ ഒന്ന് ശുശ്രൂഷിക്കണം, സേവിക്കണം, അവരുടെ മുമ്പിലിരുന്ന് അവർ പറയുന്ന അമൃതവാണികൾ കേൾക്കണം. ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ, ഭഗവാൻ പറയണത് കേൾക്കാനും പറ്റില്ലല്ലോ. ഭഗവാൻ എന്നുള്ള വാക്ക് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഭഗവാൻ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് എഴുതണത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭഗവാനെ കാണാനോ അദ്ദേഹത്തിൻ്റെ മൊഴി കേൾക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പിന്നെ ആരുടെ മൊഴിയാണ് നമ്മൾ കേൾക്കുക?
ഭഗവാനെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഭക്തന്മാരുടെ മൊഴികൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുമൂലമാണ് നമ്മുടെ ഉന്നതി, അതുമൂലമാണ് നമ്മളുടെ നേട്ടം നമുക്ക് കരഗതമാകുക. ഉദ്ദേശം അപ്പോൾ ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം. അങ്ങേപ്പോലെയുള്ള മഹാജനങ്ങൾ, ഭാഗവതന്മാർ, ഭക്തശിരോമണികൾ, മഹാജ്ഞാനികൾ, മഹർഷിമാർ, തപസ്വികൾ ലോകത്തിൽ സഞ്ചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരുടെയും മംഗളത്തിന് വേണ്ടിയിട്ടാണ്. കൃപണാനാം യഥാപിത്രോ. പാവപ്പെട്ട കുടുംബങ്ങളുണ്ടാവുമല്ലോ, അതിൽ ജോലിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അച്ഛൻ പുറത്തേക്ക് പോയി എന്ന് വരാം. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ചിലപ്പോൾ 2 മാസമോ 3 മാസമോ കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ അച്ഛൻ വീട്ടിലേക്ക് വരും. ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ ആ ദിവസം എണ്ണി കഴിയുന്നുണ്ടാവും. അതേ അച്ഛൻ വരാൻ പോകണം. എപ്പോഴാ? 1 മാസം കഴിഞ്ഞാൽ എത്തും. ആ 1 മാസം എന്നുള്ളത് 3 ആഴ്ചയായി, 2 ആഴ്ചയായി, ഒരാഴ്ചയായി. മറ്റന്നാൾ വരും. നാളെ എന്നാകുമ്പോഴേക്ക് അവർക്ക് ഉത്സവമായി. എന്താ കാരണം? പാവപ്പെട്ടവരാണല്ലോ. അച്ഛൻ പുറത്ത് പോയപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് കുറച്ച് സമ്പാദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് സമ്മാനം കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ അവർക്ക്. അങ്ങനെ കൃപണന്മാർക്ക് പുറത്തു പോയിരിക്കുന്ന അച്ഛൻ്റെ വരവ് എങ്ങനെയോ അതുപോലെയാണ് ഉത്തമ ശ്ലോകവത്മനാം. ഭഗവാനെ മാത്രം മനസ്സിൽ നനച്ചുകൊണ്ട് പൂർണ്ണതയോടുകൂടി ഇഹലോകത്തിൽ ഒന്നും ആവശ്യപ്പെടാതെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഈ ലോകത്തിൽ സഞ്ചരിച്ച് അവരുടെ മുൻപിൽ ആർക്കെങ്കിലും ഒന്ന് പോവാൻ സാധിച്ചു, അവർ പറയണത് കേൾക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് ഈ കുട്ടികൾക്ക്, പാവപ്പെട്ട കുട്ടികൾക്ക് അച്ഛൻ്റെ വരവ് പോലെയാണെന്ന്. കേട്ടോളൂ, എത്ര വിശേഷപ്പെട്ട കാര്യമാണ്. ആരെങ്കിലും ഒരു മഹാത്മാവിനെ പോണതും കാണുന്നതും നമസ്കരിക്കുന്നതും അദ്ദേഹം പറയണത് കേൾക്കണതും എത്ര കണ്ട് വിലപ്പിടിച്ചതാണ്. എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉന്നമനം, ഉത്കർഷം, ഔന്നത്യം, സൗഭാഗ്യം, സാഫല്യം, സമ്പന്നത, പൂർണ്ണത, മംഗളം എത്ര ഉണ്ടാക്കും എന്നുള്ളതിന് വേറെ ഒന്നും വേണ്ട, ഇത് മനസ്സിലാക്കിയാൽ മതി.